കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശരിക്കും പണ്ടെന്നോ പഠിച്ചൊരു കാര്യമാ എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക. ഉൽപ്രേക്ഷ്യാലങ്കൃതി. ഇതിൽ നിന്നും നിനക്ക് എന്ത് മനസ്സിലായി? എന്നെപ്പോലൊരുവൾ കയറി വട്ടം നിന്നാൽ തീരും അഭിനയവും ഒളിവും മറവും ഒക്കെ. നിന്നെ ആദ്യമായി കണ്ടപ്പോ തന്നെ ഒരു റോങ് സിഗ്നൽ എനിക്ക് കിട്ടിയിരുന്നു. ഇതുപോലെ ഒരു ദിവസം ഉണ്ടാവുമെന്നും എനിക്ക് പിന്നീട് തോന്നി. ഇതിപ്പോ സാറും ശ്രീലക്ഷ്മി മാഡവും അല്ല, ഇതിപ്പോ സാറും കൺമണിയും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ സാറിന്റെ വെറും ഒരു ഓഫീസ് വൈസ് പ്രസിഡന്റാ. കുടുംബകാര്യത്തിൽ ഇടപെടേണ്ട കാര്യവുമില്ല. പിന്നെ ഇടപെട്ടത് സാറിന്റെ ഭാര്യ എന്ന രീതിയിലല്ല, രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായ, അതായത് ഞാൻ ശ്രീലക്ഷ്മി മാഡം എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ വിളിച്ചിരുന്ന അതേ ആളെ തന്നെയാണോ ഇപ്പോഴും വിളിക്കുന്നതെന്ന സംശയം തീർക്കാൻ വേണ്ടി മാത്രമാ. എങ്കിലും വെറും ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം ചോദിക്കുക. നമ്മുടെ ശ്രീലക്ഷ്മി മാഡം എവിടെയാണ് സർ? ജീവനോടെ ഉണ്ടോ അതോ? എനിക്കറിയാം ഈ രണ്ട് ചോദ്യങ്ങൾക്കും സാറിന്റെ കയ്യിൽ ഉത്തരവില്ലാന്ന്. അതുകൊണ്ടാണല്ലോ കൺമണി ഇവിടേക്ക് വന്നത്. എന്തായാലും സാറിന്റെയും കൺമണിയുടെയും പ്ലാൻ എന്താണെന്ന് എനിക്കറിയില്ല. അതെന്തായാലും അങ്ങനെ തന്നെ പോകട്ടെ. മാഡം, മാഡം അറിഞ്ഞതും പറഞ്ഞതും ഒക്കെ സത്യമാണ്. ഇതിനി മാഡം വേറെ ആരോടെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങോട്ട് വന്നതിന് രണ്ട് ഉദ്ദേശങ്ങളേ ഉള്ളൂ. ഞാൻ മാഡത്തിനോട് എല്ലാം പറയാം. മരണക്കിടക്കയിൽ തൻ്റെ മകളെ അവസാനമായി ഒന്ന് കാണാൻ കാത്തിരിക്കുന്ന ഒരച്ഛനുണ്ട് നാട്ടിൽ. ഞാൻ ശ്രീലക്ഷ്മിയുടെ അച്ഛന് വാക്ക് കൊടുത്തത് ശ്രീലക്ഷ്മിയെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി തരുമെന്ന്. 2 മാസം, 2 മാസത്തേക്ക് കൺമണി എന്നോടൊപ്പം വരണം. ആരെയും പറ്റിക്കാനും ജീവിതത്തിൽ അഭിനയിക്കാനും ഈ കണ്ണമ്മയെ കിട്ടൂല. നീ എന്താടി കാണിക്കണേ? പറഞ്ഞ തീയതിയില് പറഞ്ഞ സമയത്ത് നിന്റെ ഓപ്പറേഷൻ ഈ കണ്ണമ്മ നടത്തിയിരിക്കും. നമ്മുടെ ചേച്ചിയുടെ ഓപ്പറേഷന് പൈസ തരാന്ന് പറഞ്ഞില്ലേ, അത് കിട്ടുമോന്ന്? പൈസ തന്നാൽ നിങ്ങൾ ചോദിച്ച കാര്യത്തിന് ഞാൻ സമ്മതിക്കാം. സമ്മതിച്ചു.
മകളെ മാലാകെ പോലെ നോക്കുന്ന ഒരു അച്ഛന് വേണ്ടിയും എന്റെ ദേവി ചേച്ചിക്ക് കാഴ്ച കിട്ടാനും വേണ്ടിയാ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. ശരിക്കും ഞാൻ വന്ന കാര്യം നടന്നു കഴിഞ്ഞു. പക്ഷെ ഇപ്പോ എല്ലാവരുടെയും ഒരു സ്നേഹക്കൂട്ടിലായിപ്പോയി ഞാൻ. എല്ലാവരെയും വിഷമിപ്പിച്ചു പോകാൻ ഒരു മടി. പക്ഷെ പോവും, ഉടനെ ഞാൻ പോവും. മറ്റൊരാളുടെ മേൽവിലാസത്തിൽ കിട്ടുന്നതൊന്നും അധിക നാള് വാഴില്ല. അതുവരെയെങ്കിലും ഇതൊന്നും മാഡം ആരോടും പറയരുത്. എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഉടനെ ഞാൻ പൊയ്ക്കോളാം. സർ, ഈ അറിഞ്ഞതെല്ലാം ഞാൻ ആശ്ചര്യത്തോടെ സമ്മതിക്കുമ്പോഴും ഒരു വലിയ സംശയം തോന്നുന്നുണ്ട്. ശ്രീലക്ഷ്മി മാഡം ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് കയറി വന്ന ഇതെല്ലാം പൊളിയില്ലേ? മാഡത്തിനോട് ഇതൊക്കെ പറഞ്ഞ മാഡത്തിന് മനസ്സിലാവോ? അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വരാൻ വേറൊരു ശ്രീലക്ഷ്മി ഇല്ല സാൻഡ്ര. ഇപ്പോ നമ്മളുടെ കൺമുന്നിൽ നിന്നും പോയത് തന്നെയാണ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയും കൺമണിയും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ഈ പറഞ്ഞതെല്ലാം എൻ്റെ വിശ്വാസങ്ങളാണ്. ആ വിശ്വാസത്തെ എനിക്ക് സത്യമായി തെളിയിക്കണം. ആ അപകടത്തിൽ ശ്രീലക്ഷ്മിക്ക് ഓർമ്മക്കുറവുകളുണ്ട്. വാക്കുകളാലും പരസ്യമായി അത് കാണിക്കാത്തതിനാലും എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. പക്ഷേ ശ്രീലക്ഷ്മിയുടെ മനസ്സിൻ്റെ ഉള്ളറകളിലെവിടെയോ ഇപ്പോഴും ഞങ്ങളുടെ പ്രണയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വന്ന കാര്യം കഴിഞ്ഞിട്ടും അവൾക്ക് തിരികെ പോകാൻ സാധിക്കാത്തത്. ഇതാണ് ശ്രീലക്ഷ്മി എന്ന് പറയാൻ മാത്രം അവളുമായി ബന്ധമുള്ളതൊന്നും എൻ്റെ കയ്യിലില്ല. അവളെ സ്നേഹിക്കുന്നൊരു മനസ്സും കുറേ നല്ല ഓർമ്മകളും മാത്രമേ ഉള്ളൂ. സാൻഡ്ര ഫ്രീ ആകുന്ന സമയത്തൊക്കെ ശ്രീലക്ഷ്മി ഒന്ന് ശ്രദ്ധിക്കണം. വേറൊന്നും കൊണ്ടല്ല, ഒരു നേരത്തെ ചിന്തയ്ക്ക് അവൾ ആരോടും പറയാതെ തിരികെ പോയാൽ ഇനി ചിലപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. മനസ്സിലായി സർ. സാറിന് അങ്ങനെ ഒരു ഉറപ്പുള്ളത് കൊണ്ട് ഞാനും ഒന്ന് ശ്രമിക്കാം. പക്ഷേ ആ ശ്രമത്തിനൊടുവിൽ ഇത് കൺമണിയാണെന്ന് മനസ്സിലായാൽ സാർ എന്താ ചെയ്യാൻ പോകുന്നത്? അതിപ്പോഴും ഞാനത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ സാറിന്റെ ഇപ്പോഴുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ച് മനക്കോട്ട കെട്ടരുതെന്നേ ഞാൻ പറയൂ. കാരണം ഇനി ഒരിക്കലും ഓർമ്മ കിട്ടിയില്ലെങ്കിലും അവസ്ഥ ഒന്നു തന്നെയാ. അവസാനം എല്ലാം കലങ്ങി തെളിയുമ്പോ ചീട്ട് കൊട്ടാരം പോലെ സാറിന്റെ വിശ്വാസങ്ങൾ തകർന്നടിഞ്ഞാൽ അതിനിടയിൽ കിടന്ന് ശ്വാസം കിട്ടാതെ വരരുത്. മുഴുവനായും ഹൃദയമർപ്പിച്ച് ഒരു പ്രണയം ഇപ്പോഴുള്ള ആളോട് വേണ്ട. ശ്രീലക്ഷ്മി മാഡം ഇരുന്ന സ്ഥാനത്ത് വേറൊരാളെ പ്രതിഷ്ഠിക്കണ്ട. മരണപ്പെടുന്നതിനേക്കാൾ വേദന കയ്യെത്തും ദൂരെ അകന്നു നിൽക്കുന്നതാണ് സാർ.
അപർണ, ഞാനിന്ന് പുറത്തു പോയിട്ട് വരാം. സൈൻ ചെയ്യാനുള്ള ഫയൽസ് ഒക്കെ എന്റെ മേശപ്പുറത്ത് കൊണ്ടുവച്ചിരുന്നാ മതി. ശരി മാഡം. ഹലോ സർ, കളഞ്ഞുപോയ ആ ബാഗിനെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമായിരുന്നു ആ ബാഗിനുള്ളിൽ. ഇതാണോ പ്രധാനപ്പെട്ട സാധനം? ഇത് നിന്റെ കയ്യിലുണ്ടായിരുന്നോ? അതെ, ഇത് എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതെനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാ. അതിലും പ്രധാനപ്പെട്ടതാ എനിക്കിത്. ഇതിന്റെ വില എന്താന്ന് എനിക്ക് അറിയും. ഒന്നും മാത്രം എനിക്കറിയണം. ചേച്ചി എന്തിനാ ഇത് എന്നിൽ നിന്നും മറച്ചു വെച്ചത്? ഒന്നും ഒളിച്ചു വെക്കാതെ എല്ലാം പറയണം. പറയാം മോളെ, ചേച്ചി എല്ലാം പറയാം. അന്ന് അപകടത്തിൽപ്പെട്ട മോളെ ഞങ്ങളുടെ ലായത്തിലുള്ളവരുടെ അന്വേഷണത്തിലാ കണ്ടെത്തിയത്. ആ സമയത്ത് അല്പജീവനെ നിനക്കുണ്ടായിരുന്നുള്ളൂ. 7 ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് നീ കണ്ണു തുറക്കുമ്പോ നീ എന്നെ ചേച്ചിന്ന് വിളിച്ചു. ഇവിടെയുള്ളതാണെന്നോ ആരാണെന്നോ നിനക്ക് തന്നെ ഓർമ്മയില്ലായിരുന്നു. ഞാൻ ചേച്ചിയാണെന്നും കണ്ണൻ അനിയനാണെന്നും നീ ഉറച്ചു വിശ്വസിച്ചു. പലപ്പോഴും സത്യം പറയാൻ ഞാൻ തുനിഞ്ഞതാ. പക്ഷെ അപ്പോഴേക്കും എല്ലാം കൊണ്ടും നീ എന്റെ അനിയത്തിയായിട്ട് മാറിക്കഴിഞ്ഞു. ഒരു നാട് മുഴുവൻ അത് അംഗീകരിച്ചപ്പോ ഞാനും മൗനം പാലിച്ചു. അതാണ് സത്യം. ആദ്യം ഞാൻ എന്നെ തന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചു, പിന്നീട് കണ്ണനെ, എന്നിട്ട് നാട്ടുകാരെ. പെട്ടെന്ന് തന്നെ നീ നീലഹസ്തിക്കാരുടെ പ്രിയപ്പെട്ടവളായി, പരോപകാരിയായിട്ട് മാറി. ജീവിക്കാൻ ഗതിയില്ലാതിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നീ ജോലികൾ ചെയ്തു തുടങ്ങി. എന്റെ ഏറ്റവും വലിയ സ്വപ്നമായ എന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ നടത്തി തരാമെന്ന് നീ വാക്ക് പറഞ്ഞു. ആ വാക്ക് ഞാൻ വിശ്വസിച്ചു. അന്നു മുതൽ നീ അതിനു വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ചു. അങ്ങനെ നീ എന്റെ സ്വന്തം അനിയത്തിയായിട്ട് മാറി. കണ്ണിന് കാഴ്ചയില്ലാത്ത എനിക്ക്
നീ കൺമണിയായി. നാട്ടുകാർ അതിനെ ചുരുക്കി കണ്ണമ്മയാക്കി. നീ വന്നത് വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കണ്ടു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാ നമ്മളെ തേടി ആ വലിയ ഭാഗ്യം വന്നത്. രവി സാർ എന്ന വലിയ മനുഷ്യൻ നീലഹസ്തിയിലേക്ക് വന്നതും നിന്നെ അപ്രതീക്ഷിതമായി കണ്ടതും സാറിന്റെ ഭാര്യയുടെ മുഖഛായ നിനക്കുണ്ടെന്ന് പറഞ്ഞതുമെല്ലാം ആ ഭാഗ്യമായിരുന്നു. അങ്ങനെ എന്റെ അനിയത്തിയായി തന്നെ നമ്മൾ ഈ നാട്ടിലേക്ക് വന്നു. അതോടെ എന്റെയും നിന്റെയും വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായി. ഈ വള നിന്നെ ഞാൻ കാണിക്കാത്തത് മനഃപൂർവ്വമായിരുന്നു മോളെ. ഇത് നീ കണ്ട നിന്റെ പഴയ ജീവിതം ഓർത്തെടുത്താൽ ഇപ്പൊ മോളും ഞാനും കണ്ണനും അനുഭവിക്കുന്നതൊക്കെ ഇല്ലാണ്ടാവും. അങ്ങനെ ഈ വളയിലൂടെ നീ ഓർമ്മകളെല്ലാം വീണ്ടെടുത്ത നിന്റെ അച്ഛനെ, അമ്മയെ, സഹോദരങ്ങളെ, ജനിച്ച നാടിനെ എല്ലാം ഓർത്തെടുത്ത കൺമണി എന്ന പെൺകുട്ടി ശ്രീലക്ഷ്മിയായി നീ അവരോടൊപ്പം പോവും. ആരെയും തിരിച്ചറിയാത്ത എന്റെ അനിയത്തിയായി നീ എന്നും എന്റെ കൂടെ വേണമെന്ന് തോന്നി. അതിനാ മോളിൽ നിന്നും ഞാനിത് മറച്ചു വെച്ചത്. ഇത് കണ്ടതോടുകൂടി മോൾക്ക് എല്ലാവരെയും ഓർമ്മ വന്നു കാണുമല്ലേ? ഇനിയെങ്കിലും മോള് പറ, കൺമണിയുടെ ശരിക്കുള്ള പേരെന്താ? നാടെവിടെയാ? ബന്ധുക്കൾ ആരൊക്കെ ഉണ്ട്? മോൾക്ക് പോകണമെങ്കിൽ അവരോടൊപ്പം പോവാം. ഞങ്ങള് നീലഹസ്തിയിലേക്കും. കാഴ്ച കിട്ടിയതുകൊണ്ട് ഇനി എനിക്ക് എന്തെങ്കിലും ജോലിക്ക് പോവാലോ. അതുകൊണ്ട് പഴയ പേടിയൊന്നുമില്ല. പക്ഷെ നീ പോകുന്നത് കുറച്ച് വിഷമം തന്നെയാ. ഞങ്ങൾക്കുള്ളതിനേക്കാളും വിഷമം രവി സാറിനാവും. രൂപം കണ്ട് മാത്രം നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് സാറ്. നീ പോകുന്നു പറയുമ്പോ ഏറ്റവും കൂടുതൽ തകരാൻ പോകുന്നത് ആ മനുഷ്യനാവും. എങ്കിലും ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എല്ലാം. അല്ലെങ്കിലും എന്നെങ്കിലും തിരിച്ചു പോകാൻ വന്നവരല്ലേ നമ്മള്. വേറെ ആരെയും ഓർക്കണ്ട. ഇനിയെങ്കിലും നീ പറയ്, ഈ വള കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോ? അങ്ങനെ ഓർത്തെടുക്കാനും മാത്രം ഞാനൊന്നും മറന്നുപോയിട്ടില്ല ദേവിച്ചി. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് സുരക്ഷിതമായി എനിക്ക് താമസിക്കാനുള്ള സ്ഥലത്താണെന്ന് ബോധ്യപ്പെട്ടപ്പോ ഞാൻ സ്വയം മാറുമായിരുന്നു. അപ്പോ നീ ശ്രീലക്ഷ്മി, മിസ്സസ് ശ്രീലക്ഷ്മി രവിചന്ദ്രവർമ്മൻ.
അങ്ങനെ അബദ്ധം പറ്റി വന്നതല്ല ഞാൻ ഈ നാട്ടിലേക്ക്. ഞാൻ ശരിക്കും സുദർശന്റെയും സരോജത്തിന്റെയും മകൾ ശ്രീലക്ഷ്മി തന്നെയാണ്. രവിചന്ദ്രവർമ്മന്റെ ഭാര്യ.